സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ. ജീവിതത്തോണിയിൽ അമരത്തേരിക്കുവാൻ ജീവന്റെ നാഥനാം യേശുവുണ്ടെങ്കിൽ ആഴിയിനോളങ്ങൾ സാരമില്ല, തീരത്തണച്ചിടും ആ നല്ല നാഥൻ. ആഴിയിനോളങ്ങൾ സാരമില്ല, തീരത്തണച്ചിടും ആ നല്ല നാഥൻ. കാറ്റും കോളും തിരമാലകളും ആഞ്ഞടിക്കുകയും ഈ ചെറുവഞ്ചിയിൽ ആഴിമീതെ നാലാം യാമത്തിലും നടന്നിടും പ്രിയനിൻ അരികെ വരും. ആഴിമീതെ നാലാം യാമത്തിലും നടന്നിടും പ്രിയനിൻ അരികെ വരും. ഭാരങ്ങളേറിടും വേളയിൽ താണിടാതെ താങ്ങിടും കരങ്ങളിൽ. ഭാരങ്ങളേറിടും വേളയിൽ താണിടാതെ താങ്ങിടും കരങ്ങളിൽ. തുഴയും നേരം തുണയായി നിൽക്കും, തളരും കൈകളിൽ ബലം പകർന്നിടും. തുഴയും നേരം തുണയായി നിൽക്കും, തളരും കൈകളിൽ ബലം പകർന്നിടും. കാറ്റും കോളും തിരമാലകളും ആഞ്ഞടിക്കുകയും ഈ ചെറുവഞ്ചിയിൽ ആഴിമീതെ നാലാം യാമത്തിലും നടന്നിടും പ്രിയനിൻ അരികെ വരും. ആഴിമീതെ നാലാം യാമത്തിലും നടന്നിടും പ്രിയനിൻ അരികെ വരും. സത്യസത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ ആഗ്രഹമുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. എന്നാൽ എപ്പോഴും സന്തോഷം മാത്രമല്ല, ചിലപ്പോൾ സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. എപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കാൻ നമുക്ക് താല്പര്യമുണ്ട്. നമ്മളതിന് നമ്മൾ ശ്രമിക്കും. നല്ല ആഹാരങ്ങൾ കഴിക്കും, നല്ല ശുചിത്വം പാലിക്കും, വ്യായാമം ചെയ്യും. എന്നാൽ നമുക്കറിയാം, രോഗങ്ങൾ അപ്രതീക്ഷിതമായ സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം സുഖവും ദുഃഖവും ആരോഗ്യവും അനാരോഗ്യവും പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല, പ്രതീക്ഷിക്കാത്തതും നമ്മുടെ ജീവിതത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഏതു സാഹചര്യത്തെയും നമുക്ക് എങ്ങനെയാണ് ഒരുപോലെ നേരിടാനായിട്ട് കഴിയുന്നത് എന്നുള്ളതൊരു ചോദ്യമാണ്.
ഏത് സാഹചര്യം വന്നാലും ഒരേ സ്റ്റാൻഡ്, ഏത് സാഹചര്യം വന്നാലും ഒരു പുഞ്ചിരിയോടുകൂടെ, സന്തോഷത്തോടുകൂടെ, ധൈര്യത്തോടുകൂടെ ആ സാഹചര്യങ്ങളെ നേരിടാനായിട്ട് കഴിയുക എന്നുള്ളത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യമാണ്. എന്നാൽ ഇത് നമ്മുടെ മനഃപൂർവ്വമായ തീരുമാനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ശ്രമങ്ങൾ കൊണ്ടോ നമ്മുടെ മുൻപുള്ള നമ്മുടെ അനുഭവങ്ങൾ കൊണ്ടോ ഒന്നും നമുക്കത് സാധിക്കില്ല. അതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് മനുഷ്യരുടെ പരിമിതികളെയെല്ലാം അതിജീവിക്കുന്ന, മനുഷ്യൻ്റെ പോരായ്മകളെല്ലാം നികത്തുന്ന ഒരു ബാഹ്യശക്തി നമുക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ ഒരു ബാഹ്യ ഇടപെടൽ അതിനാവശ്യമാണ്. ഞാൻ എന്നെക്കുറിച്ച് പറയുന്നത്, ദൈവത്തിൻ്റെ സഹായം കൂടാതെ, ദൈവത്തോടുള്ളൊരു നല്ല ബന്ധം കൂടാതെ നമ്മുടെ ജീവിതത്തെ എല്ലായ്പ്പോഴും നമുക്ക് സന്തോഷത്തോടെ ഏതു സാഹചര്യത്തെയും, അത് വിപരീതമാകട്ടെ അനുകൂലമാകട്ടെ, ഏത് സാഹചര്യത്തെയും നന്നായി നേരിടേണ്ടതുപോലെ തന്നെ നേരിടാനായിട്ട് ദൈവത്തിൻ്റെ സഹായം നമുക്ക് വളരെ ആവശ്യമാണ്. ബൈബിളിലെ പഴയ നിയമത്തിലെ ഒരു പ്രവാചകനാണ് ദാനിയേൽ. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വലിയ സംഭവം നടക്കുകയാണ്. യഹൂദ ബാലന്മാരയക്കുന്ന ബേൽശസ്സർ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നീ 4 ബാലന്മാരോടൊപ്പം യഹൂദ ജനത്തെ ബാബിലോണിലെ രാജാവായിരിക്കുന്ന നെബൂഖദ്നേസർ തൻ്റെ രാജ്യത്തേക്ക്, ബാബിലോണിലേക്ക് പ്രവാസികളായിട്ട് കൊണ്ടുപോയി. ഒരു ദിവസം രാജാവ് രാത്രിയിലൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം രാജാവിനെ വളരെ അസ്വസ്ഥനാക്കി. രാജാവ് വളരെ സമചിത്തത വിട്ട് പെരുമാറി. രാജാവ് സ്വപ്നം മറന്നു. ആ സ്വപ്നത്തിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് അറിയുകയും വേണം. രാജാവ് അങ്ങനെ വളരെ അന്വേഷിച്ചു. തൻ്റെ സ്വപ്നവും ആളുകൾ പറഞ്ഞു കൊടുക്കണം, അതുപോലെ സ്വപ്നത്തിൻ്റെ അർത്ഥവും പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുക്കാത്ത ആളുകളെ കഷ്ണം കഷ്ണമായി കൊന്നുകളയണം, അവരുടെ വീടും നശിപ്പിച്ച് കളയണമെന്നുള്ളൊരു കഠിനമായിരിക്കുന്ന ഒരു കൽപ്പന രാജാവ് പുറപ്പെടുവിച്ചു. അപ്പോൾ രാജാവിൻ്റെ ആ സ്വപ്നം തനിക്ക് ഒരിക്കലും സന്തോഷമുളവാക്കുന്ന ഒരു സ്വപ്നമായിരുന്നില്ല. തനിക്ക് ഭീതിയും അതുപോലെ എന്തൊക്കെയോ സംഭവിക്കാനായിട്ട് പോകുന്നു എന്നുള്ള വലിയൊരു ഭയവും തൻ്റെ ഉള്ളിൽ ജനിപ്പിച്ച ഒരു കാര്യമായിരുന്നു. എന്നാൽ തൻ്റെ രാജ്യത്തുള്ള മന്ത്രവാദികൾക്കോ ക്ഷുദ്രപ്രയോഗക്കാർക്കോ അല്ലെങ്കിൽ സ്വപ്നത്തെ വിവരിച്ചു കൊടുക്കാനായിട്ട് തനിക്ക് പരിചയമുള്ള ആളുകൾക്കൊന്നും അതിന് സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ യഹൂദയിൽ നിന്നും പ്രവാസികളായിട്ട് പിടിച്ചുകൊണ്ടുവന്ന, അടിമകളായിട്ട് പിടിച്ചുകൊണ്ടുവന്ന ഈ 4 ബാലന്മാരെക്കുറിച്ച് രാജാവിന് ഓർമ്മ വന്നത്. രാജാവ് അവരെയും രാജധാനിയിലേക്ക് വിളിപ്പിച്ചു. രാജാവ് അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ സ്വപ്നവും പറഞ്ഞു തരണം, സ്വപ്നത്തിൻ്റെ അർത്ഥവും പറഞ്ഞു തരണം, അല്ലെങ്കിൽ നിങ്ങളുടെയും അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളുടെ കഴുത്തിനു മീതെ തലയുണ്ടാകുകയില്ല, കൊന്നുകളയുമെന്നുള്ള അതികഠിനമായിരിക്കുന്ന ഒരു കൽപ്പന ഈ രാജാവ് പുറപ്പെടുവിച്ചു. അപ്പോൾ ഒരേ സമയം 2 കൂട്ടർ സമാനമായ അനുഭവത്തിലൂടെ പോവുകയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം രാജാവിൻ്റെ അധികാരത്തെ സംബന്ധിച്ച്, തൻ്റെ സാമ്രാജ്യത്തെ സംബന്ധിച്ച്, തൻ്റെ തന്നെ ജീവന് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള നിലയിൽ ഭയചകിതനായി സമനില വിട്ട് ഒരു ഭ്രാന്തനെ പോലെ പെരുമാറുകയാണ്. ദാനിയേലിൻ്റെ പ്രവചനം 1-ാമത്തെ അധ്യായത്തിൽ ഈ യഹൂദ ബാലന്മാർക്ക് പ്രൊമോഷൻ കൊടുക്കുന്നു, അവർ രാജധാനിയിൽ ശുശ്രൂഷിക്കാനായിട്ട് അവർക്ക് അവസരം കൊടുക്കുന്നു, അവരുടെ കഴിവും നൈപുണ്യവും അവരുടെ വിദ്യാഭ്യാസവും അവരുടെ ജ്ഞാനവും ഒക്കെ പരിഗണിച്ചാണ് അവർക്ക് ആ ഒരു പ്രൊമോഷൻ കൊടുക്കുന്നത്. എന്നാൽ 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കോ കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു. രാജാവിൻ്റെ സ്വപ്നവും അതിൻ്റെ അർത്ഥവും പറഞ്ഞു കൊടുക്കാത്ത എല്ലാവരെയും കഷ്ണം കഷ്ണമായി കൊന്നുകളയും എന്ന് പറയുകയും ആ കൂട്ടത്തിൽ ഈ യഹൂദ ബാലന്മാരായ ഈ 4 പേരെയും അവരും അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവരുടെയും ജീവൻ നഷ്ടപ്പെടുമെന്നുള്ള സ്ഥിതിയിലായി. അപ്പോൾ രാജാവും ഒരേ അവസ്ഥയിലാണ്, ഈ ബാലന്മാരും അവർ ഒരേ അവസ്ഥയിലാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്നാൽ രാജാവ് ഈ പ്രതികൂല സാഹചര്യത്തെ നേരിട്ടതുപോലെയല്ല ഈ യഹൂദ ബാലന്മാർ അവരുടെ മുമ്പിൽ വന്ന ഈ വിപരീത സാഹചര്യത്തെ നേരിട്ടത്. നമ്മൾ ആ 2-ാമത്തെ അധ്യായം മുഴുവൻ വായിക്കാനായിട്ട് സമയമില്ല. അത് വായിക്കുമ്പോൾ നമുക്കറിയാം, രാജാവ് താൻ പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യത്തെ നേരിട്ടപ്പോൾ രാജാവ് എത്ര ഭയപരവശനായിട്ട്, എത്ര ഭീതിയോടെയാണ് ഇടപെട്ടത്. എന്നാൽ ഈ ദാനിയേലും സുഹൃത്തുക്കളും എത്ര നൈപുണ്യത്തോടെയാണ്, എത്ര കൃപയോടെയാണ്, എത്ര മനോഹരമായിട്ടാണ് അവരുടെ ആ സാഹചര്യത്തെ അവർ നേരിട്ടത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവർ, ഞാൻ ആമുഖത്തിൽ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിലും ഒരു പ്രൊമോഷൻ്റെ, അനുഗ്രഹത്തിൻ്റെ, നന്മയുടെ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെതായ ഒത്തിരി എപ്പിസോഡുകൾ, ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാകും. എന്നാൽ അടുത്ത മൊമെൻറ്റിൽ അത് ആവർത്തിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടം തോന്നാത്ത,
മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളൊരു സൂചനയാണ് തരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ രാജാവ് ഈ രീതിയിൽ പെരുമാറി, ഈ ബാലന്മാർ, ഈ യഹൂദ ബാലന്മാർ മറ്റൊരു രീതിയിൽ പെരുമാറി. രാജാവിൻ്റെ പെരുമാറ്റം ഒട്ടും ആശാസ്യകരമായിരിക്കുന്ന ഒരു മാതൃകാപരമായിരിക്കുന്ന ഒരു പെരുമാറ്റമായിരുന്നില്ല. എന്നാൽ ഒരു ദൈവ പൈതൽ, ഒരു ദൈവമക്കൾ എന്നുള്ള നിലയിൽ ഈ 4 ബാലന്മാരുടെയും പെരുമാറ്റം, അവരുടെ പ്രതികരണം വളരെ പ്രശംസനീയമായിരുന്നു. അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുമായിട്ടുമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് വ്യക്തിപരമായിട്ട് നിങ്ങളെ അറിയില്ല. നിങ്ങളൊരു പക്ഷേ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നെനിക്കറിയില്ല. നിങ്ങളുടെ പശ്ചാത്തലം എന്താണെന്ന് എനിക്കറിയില്ല. എന്നാൽ ഏതു സാഹചര്യത്തെയും, വിപരീതമാകട്ടെ അനുകൂലമാകട്ടെ, ഏതു സാഹചര്യത്തെയും ധൈര്യത്തോടെ നേരിടാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ചില സത്യങ്ങൾ ഈ സംഭവത്തിൽ നിന്ന് പറയുവാനായിട്ട് സാധിക്കും, നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, ഏതു സാഹചര്യത്തെയും നമുക്ക് ധൈര്യത്തോടെ നേരിടാൻ കഴിയണമെങ്കിൽ അനശ്വരമായ യാഥാർത്ഥ്യങ്ങളിൽ അടിയുറച്ചൊരു വിശ്വാസം നമുക്ക് ആവശ്യമാണ്. അനശ്വരമായ യാഥാർത്ഥ്യങ്ങളിൽ അടിയുറച്ച വിശ്വാസം നമുക്ക് ആവശ്യമാണ്. ഈ രാജാവിൻ്റെ കാര്യം എടുത്ത് നോക്കിക്കേ. രാജാവ് ഇത്രയും ഒരു കോപിഷ്ഠനായിട്ട്, ഇത്രയും ഒരു ഭ്രാന്തമായ നിലയിൽ പ്രതികരിക്കാനായിട്ട് എന്താ കാരണം? രാജാവിൻ്റെ അങ്ങനെ പരിചയമുള്ളൊരു മുഖമല്ല രണ്ടാമത്തെ അധ്യായം നമ്മൾ കാണുന്നത്. ഒന്നാമത്തെ അധ്യായം വളരെ ശാന്തനായി യഹൂദ ബാലന്മാരെ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ച് അവർക്ക് പ്രൊമോഷൻ കൊടുക്കുന്ന ഒരു മാന്യമായിരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിലാണ് നമ്മൾ കാണുന്നത്. തൻ്റെ പെരുമാറ്റമൊക്കെ അങ്ങനെയാണ്. എന്നാൽ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്തോ സംഭവിക്കാനായിട്ട് പോകുന്നു എന്നുള്ള ഭയത്തിൽ രാജാവ് പെരുമാറുകയാണ്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ, രാജാവിൻ്റെ സാമ്രാജ്യത്തിനോ തൻ്റെ അധികാരത്തിനോ അല്ലെങ്കിൽ തൻ്റെ ജീവനോ തന്നെ എന്തോ സംഭവിക്കാനായിട്ട് പോകുന്നു. ഈ ഭൂമി കൊണ്ട് അവസാനിക്കുന്ന അധികാരത്തിലും സാമ്രാജ്യത്തിലും തൻ്റെ പ്രശസ്തിയിലും സ്വാധീനത്തിലൊക്കെ രാജാവ് അങ്ങനെ മതിമറന്ന് സന്തോഷിച്ചു. അതോടുകൂടെ തൻ്റെ അധികാരം പോകുന്നതോടുകൂടെ തന്നെ താൻ തന്നെ ഇല്ലാതായി തീരുന്നു എന്നുള്ളൊരു ചിന്ത. എന്ന് പറഞ്ഞാൽ മരണശേഷം അല്ലെങ്കിൽ നിത്യത എന്ന് പറയുന്ന ഒരു ചിന്ത തനിക്കില്ല. മരണത്തെക്കുറിച്ച് വളരെയധികം ഭയചകിതനായി, നിത്യതയെക്കുറിച്ച് യാതൊരു അറിവുമില്ലാതെ ആ കാര്യത്തെ സംബന്ധിച്ച് അജ്ഞനായിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു നെബൂഖദ്നേസർ രാജാവ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അതൊരു നിരീക്ഷണമാണ്. കാരണം തൻ്റെ സാമ്രാജ്യത്തോടു കൂടെ എല്ലാം തീരുന്നു അല്ലേ? നമ്മൾ കേട്ടിട്ടില്ലേ, എനിക്ക് പ്രളയമെന്ന് കേട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ താനങ്ങനെ വളരെയധികം തൻ്റെ അധികാരത്തിൽ വളരെയധികം സന്തോഷിച്ചു. താൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന ആളുകൾ, അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന ആളുകൾ, അങ്ങനെ അതുമാത്രമല്ല കേട്ടോ, ഒരു രാജാവ് എന്നുള്ള നിലയിൽ എല്ലാ പദവികളും ആസ്വദിച്ചു വന്നൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തൻ്റെ സ്വപ്നം തനിക്ക് വളരെയധികം പ്രയാസമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ പ്രത്യാശയും ധൈര്യവും ഇരിക്കുന്നത് നിങ്ങൾ ഈ ഭൂമിയിൽ ആർജിച്ചെടുത്ത സമ്പത്ത് കൊണ്ടോ അല്ലെങ്കിൽ നേടിയെടുത്ത വസ്തുവകകൾ അല്ലെങ്കിൽ ബാങ്കിലെ ബാലൻസ്, നിങ്ങൾക്കുള്ള നല്ല വീട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില നന്മകളിലാണ് നമ്മുടെ സന്തോഷവും നമ്മുടെ ധൈര്യവും നമ്മുടെ കോൺഫിഡൻസൊക്കെ ഇരിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്കും പ്രയാസം വരും, നമുക്ക് നിരാശ വരും. നമ്മളെ അസ്വസ്ഥതപ്പെടുന്ന എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ നമ്മൾ വളരെയധികം സങ്കടത്തിലേക്ക്, നിരാശയിലേക്ക് നമ്മൾ പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മരണത്തിനപ്പുറമുള്ള ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തയുണ്ടെങ്കിൽ, എന്തൊക്കെയാണ് മരണത്തിനപ്പുറമുള്ള യാഥാർത്ഥ്യങ്ങൾ? എല്ലാ മതങ്ങളും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഏത് മനുഷ്യൻ മരിച്ചാലും ആ മനുഷ്യൻ്റെ മത ആചാരപ്രകാരം ആ മരണ വീടുകളിൽ കർമ്മങ്ങൾ ചെയ്യാറുണ്ട്, പ്രാർത്ഥനകൾ നടത്താറുണ്ട്. ഇനി മരിച്ചതിന് ശേഷം ഇത്ര ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള പ്രത്യേക പ്രാർത്ഥനകളുണ്ട്. അങ്ങനെ നമുക്കറിയാം, മനുഷ്യൻ്റെ ആത്മാവ് മരണത്തോടുകൂടി അങ്ങ് തീർന്നു പോവുകയില്ല. മനുഷ്യൻ്റെ ആത്മാവിനൊരു ജീവിതമുണ്ട്, അത് മരിക്കാത്ത ഒരവസ്ഥ ആത്മാവിനുണ്ട് എന്നുള്ളത് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നൊരു കാര്യമാണ്. മരണശേഷം നമ്മുടെ ആത്മാവ് എത്തേണ്ടിടത്ത് എത്തി അല്ലെങ്കിൽ നിത്യതയിലെത്തി സ്വർഗത്തിലേക്ക് എത്തി എന്നുള്ളൊരു ധൈര്യവും ആത്മവിശ്വാസവുമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നമുക്ക് ധൈര്യം നൽകുന്ന കാര്യം. അതല്ലാതെ ഈ ഭൂമി തന്നെ കത്തി ചാമ്പലാകാനായിട്ടിരിക്കുകയാണ്. ദൈവം ഇതിനെ തീ കൊണ്ട് നശിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കെ ഈ ഭൂമിയിൽ നമ്മൾ നേടിയ സമ്പാദ്യങ്ങളോ നമ്മുടെ വസ്തുവകളോ വാഹനങ്ങളോ അല്ലെങ്കിൽ ഭൂമിയിലുണ്ടാക്കിയ ബന്ധങ്ങളോ ഇതൊന്നുമല്ല നമ്മുടെ ജീവിതത്തിലെ സമാധാനവും നമ്മുടെ ധൈര്യവും നമ്മുടെ പ്രത്യാശയും എന്ന് പറയുന്നത്. മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതമുണ്ട്. അത് ദൈവത്തോടു കൂടെയായിരിക്കും, അത് കർത്താവിനോട് കൂടെയായിരിക്കും, അത് വളരെ സേഫായിട്ടിരിക്കും എന്നുള്ള ഒരു ധൈര്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെബൂഖദ്നേസർ രാജാവ് ഇത്രയും അസ്വസ്ഥപ്പെടാൻ
രക്ഷപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു കാര്യമേ ഇല്ലായിരുന്നു. എന്നാൽ ഇനി അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ ഈ യഹൂദ ബാലന്മാരുടെ ദാനിയേലിൻ്റെയും സുഹൃത്തുക്കളുടെയും പ്രതികരണത്തിൽ വളരെ വളരെ നൈപുണ്യത്തോടു കൂടെ എന്തൊരു കൃപയാണ്, എത്ര സമചിത്തതയോടുകൂടിയാണ് അവർ ആ സാഹചര്യത്തെ നേരിടുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ യഹൂദ ബാലന്മാർക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ചെറുപ്പത്തിലെ തന്നെ 5 വയസ്സിനുള്ളിൽ തന്നെ ആരാണ് ദൈവം, ദൈവം എങ്ങനെയുള്ളവനാണ്, ദൈവത്തിൻ്റെ അഭേദ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ മരണത്തിനപ്പുറമുള്ള ചില യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് അഥവാ ദൈവത്തെക്കുറിച്ച്, ദൈവം എങ്ങനെയുള്ളവനാണ്, ദൈവത്തിൻ്റെ സർവാധികാര നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സർവജ്ഞാനം എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഈ ബാലന്മാർക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് അവരുടെ ജീവിതം ഈ ഭൂമി കൊണ്ട്, ഈ രാജാവിൻ്റെ കൈകൊണ്ട് തീരുന്ന ഒരു ജീവിതമല്ല, അതിനപ്പുറത്ത് സുരക്ഷിതമായിരിക്കുന്ന ഒരു ജീവിതമുണ്ട്. അഥവാ ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവത്തെക്കുറിച്ച് ശരിയായിരിക്കുന്ന ഒരു അറിവുള്ളത് കൊണ്ട് അവർ വളരെ കൃപയോടെ സമചിത്തതയോടെ കാര്യങ്ങൾ ചെയ്തു പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം ആരാണ്, ദൈവം എങ്ങനെയുള്ളവനാണ്? നമ്മുടെ ഈ കുഞ്ഞു ബുദ്ധി കൊണ്ട് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുന്നൊരു കാര്യമല്ല ദൈവത്തെക്കുറിച്ച്. പിന്നെ നമുക്ക് ദൈവത്തെ എങ്ങനെ അറിയാൻ കഴിയും? വനാന്തർഭാഗങ്ങളിൽ പോയി തപസ്സിരുന്ന് വർഷങ്ങൾ ഇങ്ങനെ വെള്ളം കുടിക്കാതെ ആഹാരം കഴിക്കാതെ ഇങ്ങനെ തപസ്സിരുന്ന് അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ദൈവത്തെ ഒരാൾ കണ്ടു, അങ്ങനെ നമുക്ക് ദൈവത്തെ കാണാൻ കഴിയില്ല. നമ്മുടെ ജ്ഞാനം കൊണ്ട് നമ്മളിങ്ങനെ അന്വേഷിച്ചിങ്ങനെ നടക്കുകയാണ്. ആ ബെലച്ചൻ പണ്ട് പാടിയതുപോലെ ദൈവത്തെ, ഈശ്വരനെ തേടി ഞാൻ നടന്നു. അങ്ങനെ നമ്മൾ അന്വേഷിച്ച് ഒരു ഗവേഷണത്തിൻ്റെ റിസൾട്ട് എന്നോണം അല്ല ദൈവത്തെ നമുക്ക് പരിചയപ്പെടുവാനായിട്ട് കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവമാണ്. ദൈവത്തെ പരിചയപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഈ ദൈവം ആരാണ് എന്ന് വെളിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സാക്ഷാൽ ദൈവമാണ് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായിട്ട് വസിച്ചവനാണ്. എന്ന് പറഞ്ഞാൽ ദൈവം എങ്ങനെ ആളുകളോട് സംസാരിക്കുന്നു, ദൈവം എങ്ങനെയാണ് പാപത്തെ കാണുന്നത്, ദൈവം എങ്ങനെയാണ് പാപികളോട് ഇടപെടുന്നത്, ദൈവം എങ്ങനെയാണ് കരുണ കാണിക്കുന്നത്, ദൈവം എങ്ങനെയാണ് സ്നേഹിക്കുന്നത്, ഇതെല്ലാം മനുഷ്യർക്ക് കാണിച്ചു തരുവാൻ വേണ്ടി ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ചവനാണ് കർത്താവായ യേശുക്രിസ്തുവിലാണ് ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ സൃഷ്ടി നോക്കിക്കേ, ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കേ, സമുദ്രത്തിലേക്ക് നോക്കിക്കേ, അതിലെ ജീവജാലങ്ങളെ നോക്കിക്കേ, ഭൂചര ജന്തുക്കളെ നോക്കിക്കേ, ഭൂമിയിലുള്ളത് ആകാശത്തെയും നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും എല്ലാം നോക്കിക്കേ. ഒരു ദൈവമില്ലെന്ന് പറയാനായിട്ട് സാധിക്കുമോ? അങ്ങനെ സാക്ഷാൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെയും ഈ പ്രപഞ്ചത്തിലൂടെയും പിന്നെ ഈ വിശുദ്ധ ബൈബിൾ ഈ പുസ്തകത്തിലൂടെയാണ് ദൈവം ആരാണ് എന്ന് നമുക്ക് വാസ്തവത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതല്ലാതെ നമ്മുടെ ശ്രമങ്ങൾ കൊണ്ട്, നമ്മുടെ അധ്വാനങ്ങൾ കൊണ്ട്, നമ്മുടെ നല്ല തീരുമാനങ്ങൾ കൊണ്ട്, അങ്ങനെ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് അങ്ങനെയൊന്നും നമുക്ക് ദൈവത്തെ കണ്ടെത്താനായിട്ട് കഴിയില്ല എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരെ. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞു വന്നത്? ഏത് വിപരീത സാഹചര്യത്തെയും നമുക്ക് നേരിടാനായിട്ട് കഴിയും. അത് നമുക്ക് സ്വതവേ കഴിയില്ല, അത് നമ്മുടെ പ്രാപ്തി കൊണ്ട് കഴിയില്ല, നമ്മുടെ അനുഭവങ്ങൾ കൊണ്ട് കഴിയില്ല. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇങ്ങനെ എത്രയോ പ്രശ്നങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്, ഇതും ഞാൻ നേരിടും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ കോൺഫിഡൻസ് നല്ലതാണ്, ആ ആത്മവിശ്വാസം നല്ലതാണ്. പക്ഷേ നമ്മളെ യഥാർത്ഥത്തിൽ സഹായിക്കുവാൻ, നമ്മുടെ പ്രശ്നങ്ങൾക്ക് യഥാർത്ഥ പരിഹാരം നമുക്ക് നൽകുവാനായിട്ട് കഴിയുന്നത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒരിക്കലും 60, 70, 80 വയസ്സുള്ള ഒരു ലൈഫ് സ്പാനായിട്ട് നമ്മൾ ചിന്തിക്കരുത്. മരണശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് പറയുന്ന അവിടെ വർഷങ്ങളില്ല, അവിടെ കണക്കുകളൊന്നുമില്ല, അവിടെ നിത്യമായിരിക്കുന്നൊരവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ ഭൂമിയിൽ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കുവാൻ, നമ്മൾ അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളെ നേരിടുവാൻ, വിപരീതമായ സാഹചര്യങ്ങളെ നേരിടുവാനായിട്ട് ഈ ഭൂമിയിലെ ജീവിതത്തിലും അതിനുശേഷം മരണത്തിനപ്പുറമുള്ള നമ്മുടെ ജീവിതത്തിലും സന്തോഷവും സമാധാനവും ദൈവത്തോടൊപ്പമുള്ളൊരു ജീവിതവും ആസ്വദിക്കാനായിട്ട് ഈ ദൈവബന്ധം നമുക്ക് വളരെ ആവശ്യമാണ്. ഈ ദൈവബന്ധം എങ്ങനെ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും? ദൈവബന്ധം ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. എങ്ങനെയാണ് ദൈവബന്ധം നഷ്ടപ്പെട്ടത്? ഏദൻ തോട്ടത്തിൽ അതെ, ദൈവത്തോട് പാപം ചെയ്ത മനുഷ്യൻ, അവിശ്വാസം കൊണ്ട് പാപം ചെയ്ത മനുഷ്യൻ അനുസരണക്കേട് കാണിച്ച് ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ആ മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് കാലത്തിൻ്റെ തികവിങ്കൽ കന്യകയിൽ നിന്ന് ജനിച്ചവനായി സാക്ഷാൽ ദൈവം തന്നെ മനുഷ്യ വേഷത്തിൽ ഈ ഭൂമിയിൽ വരികയും നമ്മുടെ പാപങ്ങളെ തൻ്റെ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പകരക്കാരനായിട്ട് കാൽവരിയിലെ ക്രൂശിൽ യാഗമായി തീർന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. യേശുക്രിസ്തു ഭൂമിയിൽ വന്നിട്ടില്ലെന്നും അങ്ങനൊരു ദൈവമില്ലെന്നും
ആ ദൈവത്തിനൊരിക്കലും മരിക്കാൻ കഴിയില്ലെന്നൊക്കെ പറയുന്ന ഒത്തിരി ആശയങ്ങളുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നിഷേധിക്കുവാനായിട്ട് കഴിയാത്ത ഒരു യാഥാർത്ഥ്യം തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് പാപികളെ രക്ഷിക്കുവാനായിട്ട്, പ്രിയ സ്നേഹിതരെ, നിങ്ങളെ രക്ഷിക്കുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു. ഈ ദൈവബന്ധം, ഈ നഷ്ടപ്പെട്ട ദൈവബന്ധം യേശു ക്രിസ്തുവിലൂടെ പുനഃസ്ഥാപിക്കുവാനായിട്ട്, ആ യാഗത്തിലൂടെ പുനഃസ്ഥാപിക്കുവാനായിട്ട് ദൈവത്തിന് പ്രസാദം തോന്നി. അതുകൊണ്ട് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ അവസ്ഥയിൽ ദൈവത്തിന് സ്നേഹമുണ്ട്, കരുണയുണ്ട്. നിങ്ങളെ രക്ഷിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ വചനം നിങ്ങൾ കേൾക്കുന്നത്. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിനെ അതേ അത്ഭുതങ്ങൾ ചെയ്യുന്ന, അടയാളങ്ങൾ ചെയ്യുന്ന, വീര്യപ്രവൃത്തികൾ ചെയ്യുന്ന, അതേ സാമ്പത്തികമായ നേട്ടവും അനുഗ്രഹമെല്ലാം ജീവിതത്തിൽ തരുന്ന ഒരു സഹായത്തിന് വേണ്ടി മാത്രം ഓടിച്ചെല്ലുന്ന ഒരു ഇടമെന്നുള്ള നിലയിലല്ല, ഏകരക്ഷിതാവും കർത്താവുമായിട്ട് ഹൃദയത്തിൽ സ്വീകരിക്കുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. ഈ ദാനിയേലിൻ്റെ പ്രവചനം 2-ാമത്തെ അധ്യായത്തിൽ 2 കൂട്ടം ആളുകളെ നമ്മൾ കണ്ടു. അതെ, ഭയപരവശനായി തൻ്റെ ജീവിതത്തെക്കുറിച്ച് വളരെയധികം ഭയപ്പെട്ട, തൻ്റെ സാമ്രാജ്യത്തെക്കുറിച്ച്, അധികാരത്തെക്കുറിച്ച് ഭയപ്പെട്ട രാജാവ്. അദ്ദേഹം വളരെ കോപിഷ്ഠനായി, വളരെ ഭയവിഹ്വലതയോടുകൂടെ താൻ പെരുമാറി. എന്നാൽ മറുവശത്ത് ദാനിയേലും സുഹൃത്തും വളരെ ശാന്തമായിട്ട്, വളരെ സൗമ്യമായിട്ട്, വളരെ നൈപുണ്യത്തോടെ ആ കാര്യത്തെ നേരിട്ടതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അവർക്ക് ഇസ്രായേലിലെ ദൈവത്തെ അറിയാമായിരുന്നു, സത്യദൈവത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് ഈ ദൈവത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക, കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. ഈ ജീവിതത്തിലും നമുക്കിത് ലഭിക്കാനായിട്ട് പോകുന്ന മരണശേഷമുള്ള ജീവിതത്തിലും സന്തോഷവും സമാധാനവും അനുഭവിച്ച് ജീവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിൻ്റെ മഹത്വം. രാവേറെ വീശിയൻ വലയുമായി ക്ലേശമേറി നിന്നിടും നിരാശയിൽ. രാവേറെ വീശിയൻ വലയുമായി ക്ലേശമേറി നിന്നിടും നിരാശയിൽ. പുലരും നേരം പെരുമീനുകളാൽ മലകൾ നിറയ്ക്കാൻ യേശു വന്നിടും. പുലരും നേരം പെരുമീനുകളാൽ മലകൾ നിറയ്ക്കാൻ യേശു വന്നിടും. ജീവിതത്തോണിയിൽ അമരത്തിരിക്കുവാൻ ജീവന്റെ നാഥനാം യേശുവുണ്ടെങ്കിൽ ആഴിയിനോളങ്ങൾ സാരമില്ല, തീരത്തണച്ചിടും ആ നല്ല നാഥൻ. ആഴിയിനോളങ്ങൾ സാരമില്ല, തീരത്തണച്ചിടും ആ നല്ല നാഥൻ. കാറ്റും കോളും തിരമാലകളും ആഞ്ഞടിക്കുകയും ഈ ചെറുവഞ്ചിയിൽ ആഴിമീതെ 4-ാം യാമത്തിലും നടന്നിടും പ്രിയനൻ അരികെ വരും. ആഴിമീതെ 4-ാം യാമത്തിലും നടന്നിടും പ്രിയൻ. യേശുക്രിസ്തുവിൻ്റെ മരണം അതൊരു പ്രാശ്ചിത്ത മരണമാണ്, പകരം മരണമാണ്. വാസ്തവത്തിൽ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കേണ്ട വ്യക്തിയായിരുന്നില്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് കാൽവരിയിലെ ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തു മരിച്ചത്? അത് നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണ്. അതൊരു പ്രാശ്ചിത്ത മരണമായിരുന്നു, പാപപരിഹാര ബലിയായിരുന്നു. കർത്താവായ യേശുക്രിസ്തു 33.5 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് നീതിമാനായി, നിഷ്കളങ്കനായി, വിശുദ്ധനായി ജീവിച്ചു. ക്രൂശിൽ കടന്ന കള്ളൻ പറഞ്ഞു, ഇവനോ അരുതാത്തതായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ശതാധിപൻ ഇങ്ങനെ പറയുകയുണ്ടായി, ഇവൻ വാസ്തവത്തിൽ നീതിമാനായിരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നീതിമാനായ, ഒരു കുറ്റവും ചെയ്യാത്ത കർത്താവായ യേശുക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ മരണമടഞ്ഞു. എന്തിനു വേണ്ടിയാണ്? പാപിയായിരിക്കുന്ന എനിക്ക് വേണ്ടി, പാപം ചെയ്തതായിരിക്കുന്ന മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയല്ലാതെ മറ്റൊരു മാർഗമുണ്ടായിരുന്നില്ല.
അതേ പ്രിയപ്പെട്ടവരെ, അതൊരു പ്രായശ്ചിത്ത മരണമായിരുന്നു, അതൊരു പകരം മരണമായിരുന്നു. ഞാൻ മരിക്കേണ്ട സ്ഥാനത്താണ് കർത്താവായ യേശുക്രിസ്തു മരിച്ചത്. ഞാൻ തകർക്കപ്പെടേണ്ട സ്ഥാനത്ത് കർത്താവായ യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു. നാം മരിക്കേണ്ട സ്ഥാനത്ത്, നാം ചാട്ടുവാറടികൾ ഏൽക്കേണ്ട സ്ഥാനത്ത് ക്രൂശിൽ മരിക്കുന്നതിന് പകരം കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് കാൽവരിയിലെ ക്രൂശിൽ മരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് രക്ഷ പ്രാപിക്കുവാനായിട്ട് സാധിക്കും. യേശുക്രിസ്തു പകരം മരിച്ചതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മെ ഓരോരുത്തരും രക്ഷിക്കുക എന്നുള്ളതാണ്. ആ കർത്താവ് യേശുക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ മരിച്ചത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് എന്നും ആ ബലി മുഖാന്തരം എൻ്റെ പാപത്തിന് സമ്പൂർണ്ണമായിരിക്കുന്ന വിടുതൽ ലഭിച്ചു എന്നും നാം ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ ആ കർത്താവിൻ്റെ മകനായിട്ട് തീരുവാനായിട്ട് സാധിക്കും. നിത്യ രാജ്യത്തിന് അവകാശികളായിട്ട് തീരുവാനായിട്ട് സാധിക്കും. അങ്ങനെ ആ പ്രായശ്ചിത്ത ബലിയിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, അവിടുത്തെ മരണം പ്രായശ്ചിത്ത മരണമായിരുന്നു. ഒരു പാപപരിഹാര ബലിയാണ് അവിടുന്ന് കാൽവരിയിലെ ക്രൂശിൽ അർപ്പിച്ചത്. കർത്താവേ, അവിടുത്തെ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ മരിക്കേണ്ട സ്ഥാനത്ത്, കർത്താവേ, എൻ്റെ കൈകാലുകൾ ആണിയടിക്കേണ്ട സ്ഥാനത്ത് കർത്താവായ യേശുക്രിസ്തു കാൽവരിയിലെ ക്രൂശിൽ മരിച്ചു. ആ വലിയ സ്നേഹത്തിനായിട്ട് നന്ദി പറയുകയാണ്. ആ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുവാൻ അവിടുത്തെ കാൽവരിയിലെ ക്രൂശിലെ മരണം എൻ്റെ സമ്പൂർണ്ണമായിരിക്കുന്ന പാപത്തിന് പരിഹാരം വരുത്തിയെന്ന് വിശ്വസിച്ച് ദൈവത്തിൻ്റെ മകനായിട്ട് തീരുവാൻ അവിടെ ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന യാചനയും കേട്ടതോർത്ത് സ്തോത്രം. എല്ലാ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ ദൈവവചന സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രാർത്ഥനാവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ് 126 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyasathyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ മുഖേന ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും. ഈ പ്രോഗ്രാമിൻ്റെ മറ്റു സന്ദേശങ്ങളും പാട്ടുകളും വീണ്ടും കേൾക്കുന്നതിനായി ഞങ്ങളുടെ സത്യസത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സത്യസത്യമായി എന്ന യൂട്യൂബ് ചാനലും സന്ദർശിച്ചാലും ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമാ, സത്യം സത്യം.